ഹായ് ഹലോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 9ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഉജ്ജ്വല ഹൃദയസ്പന്ദങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളാണ്. ഭാവിയെ നെയ്തെടുക്കുക, സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നം എന്നിവ വരികളിലും ചിത്രങ്ങളിലും പ്രതിഫലിക്കുന്നതെങ്ങനെ? വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യമഞ്ജരി 7ാം ഭാഗത്തിലെ ഖാദി വസനങ്ങൾ കൈക്കൊൾ വിനേവരും എന്ന കവിതയിലെ വരികളും ഒരു ചിത്രവുമാണ് പ്രവേശകമായി നൽകിയിരിക്കുന്നത്. ഭാവിയെ നെയ്തെടുക്കുക എന്ന പ്രയോഗം സ്വാതന്ത്ര്യത്തിന് ശേഷം ഐശ്വര്യപൂർണമായ ജീവിതത്തെ നെയ്തെടുക്കുക എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കോടിക്കണക്കിന് വരുന്ന ജനതയുടെ പ്രതീക്ഷയും സ്വപ്നവുമായിരുന്നു മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ നടത്തിയ പ്രക്ഷോഭങ്ങൾ നാം വിസ്മരിച്ചുകൂടാ. ചർക്കയിൽ നൂറ്റാണ്ട് സ്വന്തമായി വസ്ത്രങ്ങൾ നെയ്തെടുത്തുകൊണ്ടാണ് ഗാന്ധിജി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പ്രതികരിച്ചത്. ഒരു ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജി നെയ്തെടുത്തത്. ചരിത്രത്തിലെ ഇത്തരം മഹത്തായ നിമിഷങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് നാം ഭാവിയെ രൂപപ്പെടുത്തേണ്ടത്. ഒരു ദിനാന്തരത്തിൻ്റെ സൂര്യരശ്മികളിൽ നിന്നാണ് പ്രതീക്ഷയുടെ പ്രഭാതങ്ങൾ പിറന്നു വീഴുന്നത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഖദീജ മുംതാസ്. ഖദീജ മുംതാസിൻ്റെ നീട്ടിയ എഴുത്തുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാഠസന്ദർഭം. ഇന്ത്യാ ചരിത്രവും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രവും ചേർത്തുവച്ചുകൊണ്ട് 3 തലമുറയെ സ്ത്രീകളുടെ ജീവിതമാണ് നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഡോക്ടറാകാൻ തീവ്രമായി ആഗ്രഹിച്ച ഐഷുവിൻ്റെ മകൾ മെഹറിൻ്റെ ഇനിയും പിറന്നിട്ടില്ലാത്ത മകൾ ദിയ എന്നിവരാണ് നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. സ്വാതന്ത്ര്യദിന പുലരിയിലെ ഐഷുവിൻ്റെ വിദ്യാലയ അനുഭവ ഭാഗമാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഐഷുവിൻ്റെ എന്തെല്ലാം പ്രതീക്ഷകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത്. എല്ലാവരെയും പോലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഐഷുവിനും നിരവധി പ്രതീക്ഷകളാണുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഭരണാധികാരികളും സൈന്യവും ഇല്ലാതെ നമ്മൾ നമ്മളെ തന്നെ ഭരിക്കുന്ന കാലം ഐഷു മുന്നിൽ കണ്ടു. അന്യായമായ നികുതികളില്ലാതാകുന്നതും ജാതിമത വിവേചനങ്ങളില്ലാതെ എല്ലാ കുട്ടികൾക്കും വിദ്യാലയത്തിൽ പോകാൻ സാധിക്കുന്നതും ഐഷുവിൻ്റെ പ്രതീക്ഷകളായിരുന്നു. തിന്നാൻ അരിയില്ലാത്ത അവസ്ഥയുണ്ടാവില്ല, പൂഴ്ത്തിവെപ്പുകാർ ഇനിയുണ്ടാവില്ല, കുഞ്ഞുങ്ങൾ വയർ നിറയെ ഭക്ഷണം കഴിക്കും, നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിലേക്ക് പാറി നടക്കും, ബുദ്ധിയുള്ളവരൊക്കെ പഠിച്ച് BA-ക്കാരും LLB-ക്കാരും ഒക്കെയാകും, സർക്കാർ വകുപ്പിലെ ഉയർന്ന തസ്തികകളിലൊക്കെ നാട്ടിലെ വിദ്യാഭ്യാസമ്പന്നർ ആയിരിക്കും തുടങ്ങിയ ഒരുപാട് പ്രതീക്ഷകൾ ഐഷുവിൽ നിറഞ്ഞു നിന്നു. അവളുടെ മനസ്സ് മുഴുവനും ഒരു പീലി വരിച്ച മയിലായി അപ്പോൾ. പൂക്കൾ ഉതിർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറക് കുടഞ്ഞു കയറി. ഇത്തരം വാക്യങ്ങൾ സന്ദർഭത്തെ ഭാവസാന്ദ്രമാക്കുന്നതെങ്ങനെ? ഐഷുവിൻ്റെ സന്തോഷം തുളുമ്പുന്ന മനസ്സിനെയാണ് പീലി വിരിച്ച മയിലായി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അവളുടെ മാനസികാവസ്ഥ പൂർണ്ണമായി പ്രതിഫലിപ്പിക്കാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നു. മയിലിൻ്റെ സന്തോഷപ്രകടനം വാക്കുകൾക്കതീതമാണ്. സന്തോഷത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങളാണ് മയിൽപ്പീലി വിടർത്തുമ്പോൾ ലഭിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൽ സന്തോഷിക്കുന്ന ഐഷുവിൻ്റെ മനസ്സിനെ സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള അവളുടെ സ്വപ്നങ്ങളെയുമാണ് മനസ്സ് മുഴുവൻ പീലി വിരിച്ച മയിലായി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത്. ചിറകു കുടഞ്ഞ് കയറുക എന്ന പ്രയോഗവും മനോഹരമാണ്. ചിറകു കുടഞ്ഞു പറക്കുന്ന പക്ഷികളുടെ ദൃശ്യം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ഇവിടെ ചുരുൾ നിവർന്നു പാറിപ്പറക്കുന്ന ദേശീയ പതാകയാണ് സൂചിപ്പിക്കുന്നത്. ആകാശത്തിലേക്ക് ചിറകു കുടഞ്ഞു പറക്കുന്ന പക്ഷിയും കൊടിമരത്തിലേക്ക് ചുരുൾ നിവർന്നു കയറുന്ന ദേശീയ പതാകയും സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലമായ അനുഭവതലത്തെ സൂചിപ്പിക്കുന്നു. കാവ്യാത്മകമായ ഇത്തരം പ്രയോഗങ്ങൾ കഥാസന്ദർഭത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. എൻ്റെ സ്വർണ്ണച്ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ്. പല സ്കൂളുകളിൽ നിന്ന് പുറപ്പെട്ട ജാഥകളെല്ലാം കൈവഴികൾ പോലെ ഒന്നിച്ച് ഒരു വലിയ പുഴയായി അങ്ങനെ. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക എന്നാണ് അടുത്ത ചോദ്യം. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്ന വിഷയത്തിൽ 2 വാക്ക് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ അടിമകളായി കഴിഞ്ഞിരുന്നിടത്ത് നിന്നും ഇപ്പോൾ നമ്മളെ തന്നെ ഭരിക്കുന്നു. എന്താണ് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല. സാമ്പത്തികമായും സാമൂഹികമായ സ്വാതന്ത്ര്യം നേടാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ദരിദ്രരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതാവസ്ഥകളിൽ ഇന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നെഹ്റുവും അന്നത്തെ സ്വതന്ത്ര സമര സേനാനികളും സ്വപ്നം കണ്ട ഇന്ത്യ യാഥാർത്ഥ്യമായി എന്ന് കരുതാനാവില്ല. എന്നാൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കടമകൾ പ്രതീക്ഷകളുമായി നിർവഹിക്കാനുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് നിരവധി പ്രതീക്ഷകളുണ്ടായിരുന്നു. ദാരിദ്ര്യവും പരാധീനതകളുമില്ലാത്ത ഒരു മാതൃരാജ്യമാണ് അവർ സ്വപ്നം കണ്ടത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ സാമൂഹികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യമാണ് അവർ ലക്ഷ്യം വെച്ചത്. അടിമത്തവും വിവേചനവും ഇല്ലാത്ത
ഇല്ലാത്ത ഇന്ത്യക്ക് വേണ്ടിയാണ് അവർ പോരാടിയത്. വിവിധ മേഖലകളിൽ മുന്നേറാൻ സ്വതന്ത്ര ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചിലയിടങ്ങളിലെങ്കിലും നിലനിൽക്കുന്ന സാമൂഹിക വിവേചനം ഇല്ലാതാക്കാൻ ഇനിയും പരിശ്രമങ്ങൾ തുടരേണ്ടിയിരിക്കുന്നു. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പുതുതലമുറയ്ക്ക് സാധിക്കേണ്ടതുണ്ട്. ഭാരതത്തെ ഇനിയും ഉയരങ്ങളിലേക്ക് നയിക്കാൻ നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അതിനായി പരിശ്രമിക്കാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു, അല്ലെങ്കിൽ ഉപസംഹരിക്കുന്നു എന്ന് പറയാം. നന്ദി, നമസ്കാരം. ഖദീജ മുംതാസിൻ്റെ നീട്ടിയെഴുത്തുകൾ എന്ന നോവൽ ഭാഗവും NV കൃഷ്ണവാര്യരുടെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതിയും വർത്തമാനകാലത്തെ സാമൂഹിക ജീവിതാവസ്ഥകളും പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള നിരവധി സൂചനകൾ ഈ രണ്ടു ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്താൻ നമുക്ക് കഴിയും. ദാരിദ്ര്യവും ജാതിമതവും വിവേചനവും അന്ധവിശ്വാസങ്ങളും ഇല്ലാതായി പുതിയൊരു ശക്തിയായി ഭാരതം മാറുന്ന പ്രതീക്ഷയാണ് നീട്ടിയെഴുത്തുകളിലുള്ളത്. വിദേശികളായ ഭരണാധികാരികളുടെ ആധിപത്യത്തിനെതിരെ നടന്ന സമരവും കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നടന്ന സമരവും നാം ചങ്ങല പൊട്ടിച്ച കഥയിൽ കാണാനാകുന്നു. ദാരിദ്ര്യവും ജാതിമത വിവേചനവും ഇല്ലാത്ത സ്വതന്ത്ര ഇന്ത്യയെ ആയിഷു സ്വപ്നം കാണുന്നു. സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തോടൊപ്പം തന്നെ അക്കാലത്തെ സാമൂഹിക ജീവിതത്തിലെ അനീതികൾക്കെതിരെയുള്ള സമരം കൂടിയായിരുന്നു. കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം കൊണ്ടാണ് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും നടന്നത്. എന്നാൽ വർത്തമാനകാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ ഭിന്നതകൾ ഇപ്പോഴും തുടരുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള സമരങ്ങൾ ഇനിയും തുടരണം എന്ന് തന്നെയാണ് വർത്തമാനകാലത്തെ ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പഠന പ്രവർത്തനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.